നമസ്കാരം. അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. 10ാം തരത്തിലെ കേരള പാഠാവലി 5ാമത്തെ യൂണിറ്റ് ഉലകിന്നുയിരാമുണർവുകൾ. ഈ യൂണിറ്റിലെ അവസാനത്തെ പാഠം കാളിയത്ത് ദാമോദരൻ വിവർത്തനം ചെയ്ത നരബലി എന്ന പാഠഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു. ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ കേൾക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം: നിന്റെ പേര് നരേഷ് എന്നല്ലേ? നരേഷ് എന്നാൽ രാജാവ്. നീ എന്നെ ബലി കൊടുത്ത് സ്വയം രക്ഷപ്പെടും. അതായത് നിന്റെ പേര് അന്വർത്ഥമാവാൻ പോകുന്നു. നരേഷിനോട് കമ്പ്യൂട്ടർ ഇങ്ങനെ പറയാൻ കാരണമെന്ത്? കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേഷ് കുറ്റക്കാരനാണോ? ചർച്ച ചെയ്യുക. ദീർഘകാലം നരേഷിനൊപ്പം പ്രവർത്തിച്ച കമ്പ്യൂട്ടർ അവനെ ഒരു യജമാനനായി അല്ല, സഹചാരിയായാണ് കണ്ടത്. അതിനാൽ തന്നെ പ്രതിസന്ധിയുടെ അവസാന ഘട്ടത്തിൽ നരേഷ് തന്നെ ഉപേക്ഷിക്കുമ്പോൾ അതിനെ കമ്പ്യൂട്ടർ നരബലിയായാണ് കാണുന്നത്. രാജാവിനെ രക്ഷിക്കാൻ മറ്റൊരാളെ ബലിയിടുന്ന പഴയ അനാചാരവുമായി ഇതിനെ കമ്പ്യൂട്ടർ താരതമ്യം ചെയ്യുന്നു. കമ്പ്യൂട്ടറിന്റെ വേദനയും പ്രതിഷേധവും വാക്കുകളിൽ തെളിയുന്നുണ്ട്. കമ്പ്യൂട്ടർ ആരോപിക്കുന്നത് പോലെ നരേഷ് പൂർണ്ണമായും കുറ്റക്കാരനല്ല. ഒരു മഹാദൗത്യത്തിന്റെ ഭാഗം മാത്രമാണ് അയാൾ. മനുഷ്യജീവൻ സംരക്ഷിക്കുക എന്നതാണ് കമ്പ്യൂട്ടറിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം. ഒരു യന്ത്രത്തെ ഉപേക്ഷിക്കുന്നതും ഒരു മനുഷ്യനെ ബലിയിടുന്നതും ഒരുപോലെ കാണാൻ കഴിയില്ല. ശാസ്ത്രീയ വിവേകവും സാമാന്യബോധവും ഉപയോഗിച്ചാണ് നരേഷ് തീരുമാനമെടുക്കുന്നത്. അതേസമയം കഥ നരേഷിനെ വൈകാരികരഹിതനായ വ്യക്തിയായി ചിത്രീകരിക്കുന്നുമില്ല. കമ്പ്യൂട്ടറോടുള്ള അടുപ്പവും വേദനയും അവനുണ്ട്. എങ്കിലും വികാരത്തേക്കാൾ വിവേകത്തിനും യുക്തിക്കും മുൻഗണന നൽകുന്നിടത്താണ് അവൻ നിലകൊള്ളുന്നത്. അതാണ് ഒരു ശാസ്ത്രജ്ഞന്റെ, ഒരു പര്യവേക്ഷകന്റെ ധർമ്മം. അടുത്ത ചോദ്യം: പരിവർത്തനത്തിന്റെ ഞാണൊലി മാത്രം കേൾക്കാം അരികത്തെല്ലായ്പ്പോഴും നിമിഷങ്ങളിലൂടെ. പ്രയാണം. മുമ്പൊക്കെ കമ്പ്യൂട്ടറിന് എന്തെങ്കിലും ഉത്തരവ് കൊടുക്കണമെങ്കിൽ കീബോർഡിൽ ടൈപ്പ് ചെയ്യണമായിരുന്നു. ഇപ്പോഴാകട്ടെ മനുഷ്യർ കൊടുക്കുന്ന കൽപ്പനകൾ ശബ്ദത്തിലൂടെ തന്നെ തിരിച്ചറിയാൻ കമ്പ്യൂട്ടർ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. നരബലി. ബാഹ്യലോകവുമായി തലച്ചോറ് സംവദിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളുടെ സംവേദനങ്ങളാലാണല്ലോ. നിർമ്മിത ബുദ്ധി, കാഴ്ച, കേൾവി, സ്വാദ്, മണം ഇവയൊക്കെ പിടിച്ചെടുത്ത് കമ്പ്യൂട്ടറിന് വിവരങ്ങൾ കൈമാറുന്ന തന്ത്രങ്ങൾ മെനഞ്ഞെടുത്തിട്ടുണ്ട്. നിർമ്മിത ബുദ്ധിയും ബോധജ്ഞാനവും. എതിരൻ കതിരവൻ. ശാസ്ത്രത്തിന്റെ സ്വഭാവം, അതു കൈവരിച്ച മുന്നേറ്റം എന്നിവയെ സംബന്ധിച്ച സൂചനകളല്ലേ മുകളിലെ ഉദ്ധരണികളിലുള്ളത്? സൂചനകൾ വിശകലനം ചെയ്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മുന്നേറ്റങ്ങൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. ശാസ്ത്രം മനുഷ്യന്റെ കൗതുകത്തിൽ നിന്ന് ഉത്ഭവിച്ച അറിവിന്റെ ശേഖരമാണ്. എന്നാൽ ഇന്നത്തെ കാലത്ത് അത് വെറും അറിവിന്റെ പരിധിയിൽ ഒതുങ്ങാതെ മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന ശക്തിയായി മാറിയിരിക്കുന്നു. പരിവർത്തനത്തിന്റെ ഞാണൊലി മാത്രം കേൾക്കാം നിമിഷങ്ങളിലൂടെ എന്ന കാവ്യവാക്യം സൂചിപ്പിക്കുന്നത് പോലെ ശാസ്ത്രത്തിന്റെ മുന്നേറ്റം മൗനമായിട്ടെങ്കിലും അതിവേഗത്തിലാണ് നടക്കുന്നത്. ആദ്യകാലങ്ങളിൽ മനുഷ്യന് ഉപയോഗിച്ച ഉപകരണങ്ങൾ ലളിതമായവയായിരുന്നു. എന്നാൽ കാലക്രമേണ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിശയകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. നരബലി എന്ന കഥയിൽ പറയുന്നത് പോലെ മുമ്പ് കമ്പ്യൂട്ടറുകൾക്ക് കൽപ്പന നൽകാൻ കീബോർഡും ടൈപ്പിങ്ങും അനിവാര്യമായിരുന്നു. ഇന്ന് മനുഷ്യ ശബ്ദം തിരിച്ചറിയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കമ്പ്യൂട്ടറുകൾക്ക് കഴിയുന്നു. ഇത് മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള അകലം കുറഞ്ഞുവെന്നതിൻ്റെ തെളിവാണ്. ഇതിലും മുന്നോട്ടു പോകുന്ന ഘട്ടമാണ് നിർമ്മിത ബുദ്ധി. നിർമ്മിത ബുദ്ധിയും ബോധജ്ഞാനവും എന്ന ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് പോലെ മനുഷ്യൻ ബാഹ്യലോകവുമായി സംവദിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അതേ മാതൃകയിൽ കാഴ്ച, കേൾവി, സ്വാദ് തുടങ്ങിയ അനുഭവങ്ങളെ യന്ത്രങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന രീതിയിൽ മനുഷ്യൻ സാങ്കേതിക ഉപകരണങ്ങൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. ഇതിലൂടെ കമ്പ്യൂട്ടറുകൾക്ക് ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും പോലും കഴിയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഈ നൂതന മുന്നേറ്റങ്ങൾ മനുഷ്യജീവിതത്തെ കൂടുതൽ സൗകര്യപ്രദമാക്കിയിട്ടുണ്ട്. ആശയവിനിമയം, ചികിത്സ, വിദ്യാഭ്യാസം, ബഹിരാകാശ ഗവേഷണം തുടങ്ങി എല്ലാ മേഖലകളിലും ശാസ്ത്ര സാങ്കേതിക വിദ്യ വിപ്ലവകരമായ മാറ്റങ്ങളാണ് സൃഷ്ടിച്ചത്. ഒരേ സമയം ഈ മുന്നേറ്റങ്ങൾ മനുഷ്യനെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു.
യന്ത്രങ്ങൾക്ക് എത്രമാത്രം അധികാരം നൽകണം, മനുഷ്യന്റെ സ്ഥാനം എവിടെയാണ് എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. ശാസ്ത്രം മനുഷ്യന്റെ കയ്യിലുള്ള ഒരു ശക്തമായ ഉപകരണമാണ്. അത് മനുഷ്യന് വേണ്ടി ഉപയോഗിക്കപ്പെടുമ്പോൾ പുരോഗതിയിലേക്കും വിവേകരഹിതമായി ഉപയോഗിക്കപ്പെടുമ്പോൾ പ്രതിസന്ധിയിലേക്കും നയിക്കാം. അതിനാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മുന്നേറ്റങ്ങൾ മനുഷ്യ സമൂഹത്തിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കപ്പെടേണ്ടതുണ്ട്. അടുത്ത ചോദ്യം, എനിക്കെന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ? എൻ്റെ കാലുകളിൽ ചങ്ങലയിട്ടു. എന്നിട്ട് എന്നോടാണോ ചോദിക്കുന്നത് ഞാനൊന്നും ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന്? കഥയിൽ കമ്പ്യൂട്ടറിനെ മാനുഷിക ഭാവത്തിലാണോ ചിത്രീകരിച്ചിരിക്കുന്നത്? കഥാസന്ദർഭവും കഥയും വിശകലനം ചെയ്ത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. സുബോധ് ജാവഡേക്കറുടെ നരബലി എന്ന ശാസ്ത്രകഥയിൽ കമ്പ്യൂട്ടർ കേന്ദ്രസ്ഥാനമുള്ള ഒരു കഥാപാത്രമാണ്. നരേഷിന്റെ പര്യവേക്ഷണ യാത്രയിൽ സഹായിയായി എത്തിയ ഈ കമ്പ്യൂട്ടർ കഥയുടെ തുടക്കത്തിൽ ഒരു യന്ത്രം മാത്രമായി തോന്നുന്നുവെങ്കിലും കഥ പുരോഗമിക്കുന്തോറും അത് മനുഷ്യ സ്വഭാവങ്ങളാൽ സമ്പന്നമായ ഒരു സജീവ സത്തയായി മാറുന്നു. എനിക്കെന്താ ചെയ്യാൻ കഴിയുമായിരുന്നത്? എന്നെ നീ കെട്ടിയിട്ടിരിക്കുകയായിരുന്നില്ലേ എന്ന ചോദ്യം കമ്പ്യൂട്ടറിന്റെ സ്വയംബോധവും പ്രതിഷേധവും പ്രകടിപ്പിക്കുന്നു. ഇത് ഒരു യന്ത്രത്തിന്റെ യാന്ത്രിക പ്രതികരണമല്ല, മറിച്ച് അനീതിക്കെതിരായ മനുഷ്യന്റെ ചോദ്യം പോലെയാണ്. കാലുകളിൽ ചങ്ങലയിട്ടു എന്ന പരാമർശം സ്വാതന്ത്ര്യ നിഷേധത്തെ സൂചിപ്പിക്കുന്നു. അതുവഴി കമ്പ്യൂട്ടർ തന്നെ ഒരു തടവുകാരനായി, നരേശന്റെ അധികാരത്തിനടിമയായ ഒരാളായി അനുഭവിക്കുന്നതായി വ്യക്തമാകുന്നു. കഥാസന്ദർഭത്തിൽ കമ്പ്യൂട്ടർ നരേശനോട് വികാരപരമായ അടുപ്പം പുലർത്തുന്നു. പര്യവേക്ഷണ വേളയിൽ നരേശന്റെ ഏക സഹചാരിയാണത്. അവന്റെ സംശയങ്ങൾക്കും ഭയങ്ങൾക്കും മറുപടി നൽകുകയും ധൈര്യം പകരുകയും ചെയ്യുന്നത് കമ്പ്യൂട്ടറാണ്. ഇതുവഴി കമ്പ്യൂട്ടറിന് സഹജീവി സ്നേഹവും ഉത്തരവാദിത്വ ബോധവും ഉള്ളതായി എഴുത്തുകാരൻ അവതരിപ്പിക്കുന്നു. അതേസമയം പ്രതിസന്ധി ഘട്ടത്തിൽ നരേഷ് കമ്പ്യൂട്ടറിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ പ്രതികരണം കടുത്ത മാനുഷിക വേദനയുടേതാണ്. നീ എന്നെ ബലി കഴിക്കുമോ എന്ന ചോദ്യം സ്വന്തം നിലനിൽപ്പിനെക്കുറിച്ച് ഭയപ്പെടുന്ന, കാരണം തേടുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവത്തോട് വളരെ അടുത്തതാണ്. എന്നിരുന്നാലും കഥയുടെ അവസാനം എഴുത്തുകാരൻ വ്യക്തമായി സൂചിപ്പിക്കുന്നത് കമ്പ്യൂട്ടർ മനുഷ്യനല്ല എന്ന സത്യമാണ്. നരേഷ് വികാരങ്ങളെ നിയന്ത്രിച്ച് യുക്തിഭദ്രമായ തീരുമാനമെടുക്കുന്നു. ഈ സന്ദർഭത്തിൽ കമ്പ്യൂട്ടറിന്റെ മാനുഷിക ഭാവങ്ങൾ കഥയുടെ ആശയവ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഉപയോഗിച്ച ഉപാധിയാണ്. അതിനാൽ നരബലിയിലെ കമ്പ്യൂട്ടർ മനുഷ്യനെ പോലെ ചിന്തിക്കുന്നതും പ്രതികരിക്കുന്നതുമായ ഒരു കഥാപാത്രമായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ യന്ത്ര സ്വഭാവം പൂർണ്ണമായും നിഷേധിക്കപ്പെടുന്നില്ല. മനുഷ്യനും യന്ത്രവും തമ്മിലുള്ള അതിരുകൾ എവിടെയാണ് എന്ന ചോദ്യമാണ് ഈ കഥാപാത്രത്തിലൂടെ എഴുത്തുകാരൻ ഉയർത്തുന്നത്. അടുത്ത ചോദ്യം, പഴയ കാലത്ത്, അതായത് രാജാക്കന്മാരും റാണിമാരുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് രാജ്യത്ത് എന്തെങ്കിലും സങ്കടമോ ക്ഷാമമോ മറ്റു ദുരിതമോ മഹാമാരിയോ ഒക്കെ ഉണ്ടായാൽ അവയെ ദൂരീകരിക്കുന്നതിന് വേണ്ടി ബലി നൽകുന്ന ഏർപ്പാടുണ്ടായിരുന്നു. സാമ്പത്തികാഭിവൃദ്ധിക്ക് ദുർമന്ത്രവാദ കൊല, ഒടുവിൽ ജയിലഴി. പൂർവജന്മമറിയാൻ തിരക്കേറുന്നു. പാഠസന്ദർഭവും വാർത്തകളും ശ്രദ്ധിച്ചല്ലോ. ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വളർച്ച നേടിയ ഇക്കാലത്തും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. സമകാലികാവസ്ഥകൾ യുക്തിസഹമായി വിശകലനം ചെയ്ത് അന്ധവിശ്വാസവും സമകാലിക സമൂഹവും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക. മുഖപ്രസംഗം എന്നാൽ സമകാലിക സംഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പത്രത്തിൻ്റെ കാഴ്ചപ്പാടാണ് മുഖപ്രസംഗം. അത് ഒരു എഡിറ്ററോ അല്ലെങ്കിൽ പത്രാധിപരോ വഴിയാണ് ആ ഫീച്ചർ പത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. ഇനി നമുക്ക് വിഷയം അവതരിപ്പിക്കാം. അന്ധവിശ്വാസവും സമകാലിക സമൂഹവും. മനുഷ്യൻ ഗുഹാവാസത്തിൽ നിന്ന് ബഹിരാകാശ യാത്രയിലേക്ക് എത്തിയിരിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ അതിശയകരമായ മുന്നേറ്റങ്ങളാണ് ഇന്നുണ്ടായിരിക്കുന്നത്. എന്നിട്ടും ഇത്തരം വാർത്തകൾ ഇന്നും നമ്മുടെ ദിനപത്രങ്ങളിൽ നിറയുന്നു എന്നത് സമൂഹത്തിൻ്റെ ഭൗതിക പുരോഗതിയെക്കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പഴയ കാലത്ത് രാജാക്കന്മാരും റാണിമാരും ഭരിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ മഹാമാരികളും ക്ഷാമങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും ദൈവകോപമെന്നായിരുന്നു പൊതുവായ വിശ്വാസം. അതിനുള്ള പരിഹാരമായി മനുഷ്യബലി അടക്കമുള്ള
അനാചാരങ്ങൾ സമൂഹം അംഗീകരിച്ചു. എന്നാൽ ഇന്ന് ശാസ്ത്രീയ വിശദീകരണങ്ങളും ചികിത്സാ മാർഗങ്ങളും സാങ്കേതിക സൗകര്യങ്ങളും ലഭ്യമായിരിക്കെ അതേ അന്ധവിശ്വാസങ്ങൾ പുതുരൂപത്തിൽ തുടരുന്നതാണ് ഏറ്റവും അപകടകരമായത്. സാമ്പത്തിക നേട്ടം, അധികാരം, വ്യക്തിപരമായ ലാഭം എന്നിവ ലക്ഷ്യമാക്കി ചിലർ അന്ധവിശ്വാസങ്ങളെ ആയുധമാക്കുന്നു. ദുർമന്ത്രവാദവും കപട ആചാരങ്ങളും ഉപയോഗിച്ച് സാധാരണക്കാരുടെ ഭയവും അജ്ഞതയും ചൂഷണം ചെയ്യപ്പെടുന്നു. സാമ്പത്തികാഭിവൃദ്ധിക്ക് കൊല പോലുള്ള വാർത്തകൾ മനുഷ്യന്റെ യുക്തിബോധം എത്രത്തോളം ദുർബലമാണെന്ന് തുറന്നുകാട്ടുന്നു. അതേസമയം ജീവിതത്തിലെ പരാജയങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ തയ്യാറാകാതെ അതിന് അദൃശ്യ ശക്തികളെ കുറ്റപ്പെടുത്തുന്ന മനോഭാവമാണ് ചില അന്ധവിശ്വാസങ്ങൾക്ക് പിന്നിൽ. ശാസ്ത്രീയ ചിന്തയേക്കാൾ എളുപ്പമാണ് അന്ധവിശ്വാസത്തിലേക്ക് വഴുതി പോകുന്നത്. ഈ സാഹചര്യത്തിൽ അന്ധവിശ്വാസം വെറും വ്യക്തിപരമായ പ്രശ്നമല്ല, അത് സാമൂഹിക ആരോഗ്യത്തിന് ഭീഷണിയായ ഒരു വൈറസാണ്. മനുഷ്യാവകാശങ്ങൾ, സ്ത്രീ സുരക്ഷ, കുട്ടികളുടെ ഭാവി എന്നിവയെ ഇത് ഗുരുതരമായി ബാധിക്കുന്നു. അതിനാൽ നിയമനിർമ്മാണം മാത്രമല്ല, ശാസ്ത്രീയ ബോധവും യുക്തിചിന്തയും വളർത്തുന്ന വിദ്യാഭ്യാസമാണ് ഏറ്റവും ശക്തമായ പ്രതിവിധി. ശാസ്ത്ര സാങ്കേതിക പുരോഗതിക്ക് യുക്തിബോധം കൈകോർക്കാത്ത പക്ഷം പുരോഗതി തന്നെ മനുഷ്യന് വിനയാകും. അതിനാൽ സമകാലിക സമൂഹം അന്ധവിശ്വാസങ്ങളെ തിരിച്ചറിയുകയും ചോദ്യം ചെയ്യുകയും നിഷേധിക്കുകയും ചെയ്യണം. മനുഷ്യൻ സൃഷ്ടിച്ച ശാസ്ത്രം മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്ന അനാചാരങ്ങൾക്ക് അടിമയാകരുത്. യുക്തിയാണ് മനുഷ്യന്റെ യഥാർത്ഥ ആയുധം, അന്ധവിശ്വാസമല്ല. ശാസ്ത്രീയ ബോധമാണ് സമൂഹത്തിന്റെ യഥാർത്ഥ പുരോഗതി. അടുത്ത ചോദ്യം: അന്നു നടത്തിയ ശസ്ത്രക്രിയയെ തുടർന്ന് സ്റ്റീഫന്റെ സംഭാഷണശേഷി തീരെ നഷ്ടപ്പെട്ടു. തൊണ്ടയിലായിരുന്നു ശസ്ത്രക്രിയ. സംഭാഷണശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട സ്റ്റീഫന് മുന്നിലേക്ക് സ്ഫടികത്തിലുള്ള ഒരു പലകയുമായാണ് ജെയിൻ എത്തുന്നത്. അതിൽ എ മുതൽ Z വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെയിൻ ഓരോ അക്ഷരവും വായിക്കും. സ്റ്റീഫൻ കണ്ണുകൊണ്ട് ഏതാണ് അക്ഷരമെന്ന് സൂചിപ്പിക്കും. ഇങ്ങനെ പലവട്ടം ആവർത്തിച്ച് വാക്കുകളും വാക്യങ്ങളും തയ്യാറാക്കും. ഈ രീതി കൊണ്ട് ചെറിയ ആവശ്യങ്ങൾ അറിയിക്കാമെന്നല്ലാതെ പ്രബന്ധരചനയൊന്നും സാധ്യമാവില്ല. ഈ അവസരത്തിലാണ് വാൾട്ട് വോൾട്ടോസ് എന്ന കമ്പ്യൂട്ടർ വിദഗ്ധൻ താൻ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ സ്റ്റീഫന് അയച്ചു കൊടുക്കുന്നത്. ഇന്റൽ കമ്പനി തയ്യാറാക്കിയ കമ്പ്യൂട്ടറും ഈ പ്രോഗ്രാമും സ്പീച്ച് പ്ലസ് എന്നൊരു കമ്പനിയുടെ സിന്തസൈസറും ചേർന്ന് സ്റ്റീഫന് കൃത്രിമ സംസാരശേഷി നൽകി. 1 മിനിറ്റിൽ 3 വാക്കുകളാണ് പറയാൻ കഴിയുക. സ്റ്റീഫൻ ഹോക്കിംഗ്, കെ. രമ. ശാരീരിക വെല്ലുവിളികളെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മറികടന്ന അപൂർവ പ്രതിഭയാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ആശയവിനിമയ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക വിദ്യ കൈവരിച്ച വളർച്ച കൂടി പരിഗണിച്ച് വെല്ലുവിളികളെ അതിജീവിക്കാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്ന വിഷയത്തിൽ ഡിജിറ്റൽ ഫീച്ചർ തയ്യാറാക്കുക. ഒരു ഡിജിറ്റൽ ഫീച്ചർ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ ഇതൊക്കെയാണ്: ശീർഷകം, ഉപശീർഷകങ്ങൾ, ആമുഖം, ഉള്ളടക്കം, ദൃശ്യഘടകങ്ങൾ, ചിത്രങ്ങൾ, വീഡിയോകൾ, ഗ്രാഫിക് സാധ്യതകൾ, പശ്ചാത്തല സംഗീതം, ഉപസംഹാരം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സൂചനകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ശാരീരിക പരിമിതികൾ മനുഷ്യന്റെ കഴിവുകൾക്ക് തടസ്സമാകുന്നുവെന്ന പൊതുധാരണയെ പൂർണ്ണമായും തകർത്ത വ്യക്തിത്വമാണ് ബ്രിട്ടീഷ് ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ്. നാഡീകോശങ്ങളെ തളർത്തുന്ന മാരകരോഗം ബാധിച്ച അദ്ദേഹം ചക്രക്കസേരയിലാണ് ജീവിത അവസാനം വരെ തള്ളി നീക്കിയത്. തമോഗർത്തങ്ങളെക്കുറിച്ച് അദ്ദേഹം പഠിച്ചു. എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകം. സംസാരശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലോകത്തോട് സംവദിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം മനുഷ്യന് വേണ്ടിയുള്ള സേവനമാണെന്ന് വ്യക്തമാക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃത്രിമ സംസാരശേഷി ലഭിച്ച സ്റ്റീഫൻ ഹോക്കിംഗ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളെ സ്വാധീനിച്ചു. ഇത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ കഥ മാത്രമല്ല, ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളുടെ വിജയം കൂടിയാണ്. ഇന്ന് ആശയവിനിമയ രംഗത്ത് അത്ഭുതകരമായ വളർച്ചയാണ് നടക്കുന്നത്. ശബ്ദം തിരിച്ചറിയുന്ന സോഫ്റ്റ്വെയറുകൾ, കണ്ണ് ചലനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് പുതിയ ജീവിത സാധ്യതകൾ തുറന്നുകൊടുക്കുന്നു. ശാസ്ത്രം മനുഷ്യന്റെ പരിമിതികളെ മനസ്സിലാക്കി അവയെ അതിജീവിക്കാനുള്ള വഴികൾ സൃഷ്ടിക്കുന്നു.
സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ജീവിതം ഇതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തെളിവാണ്. ശാരീരികമായി തളർന്ന ശരീരത്തിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന അതുല്യമായ ബുദ്ധിയെ ലോകത്തോട് സംസാരിപ്പിച്ചത് ശാസ്ത്ര സാങ്കേതിക വിദ്യയാണ്. ശാസ്ത്ര സാങ്കേതിക പുരോഗതി ആഡംബരത്തിനോ വിനോദത്തിനോ മാത്രമല്ല, മനുഷ്യന്റെ ആത്മവിശ്വാസത്തിനും സ്വത്വത്തിനും ജീവിക്കാനുള്ള അവകാശത്തിനുമാണ്. വെല്ലുവിളികളെ അതിജീവിക്കാൻ മനുഷ്യനെ കൈപിടിച്ചുയർത്തുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ തന്നെയാണ് യഥാർത്ഥ മനുഷ്യ സൗഹൃദ ശാസ്ത്രം. ഇനി അവസാനത്തെ ചോദ്യം, മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യണം. മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യട്ടെ. മനുഷ്യനെ രക്ഷിക്കാനുള്ള ശ്രമം ആദ്യം ചെയ്യാം. ചെയ്യുക എന്ന ക്രിയയുടെ വിവിധ രൂപങ്ങളാണല്ലോ മുകളിലെ വാക്യങ്ങളിൽ നൽകിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള മറ്റു ക്രിയാപദങ്ങൾ കണ്ടെത്തി അവയുടെ പ്രത്യേകതയനുസരിച്ച് പട്ടികപ്പെടുത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ധാതുവിൻ്റെ അർത്ഥത്തെ കുറിക്കുന്ന വിധമാണ് പ്രകാരം. ഒരു ധാതു തനിക്കുള്ള അർത്ഥത്തെ ഏത് മട്ടിൽ വെളിപ്പെടുത്തുന്നുവോ അതുതന്നെയാണ് പ്രകാരം. ഉദാഹരണമായി ചെയ്യ് എന്ന ധാതുവിൽ അട്ടെ, അണം, ആം എന്നീ പ്രത്യയങ്ങൾ ചേർന്ന് ചെയ്യട്ടെ, ചെയ്യണം, ചെയ്യാം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ വരുന്നു. ചെയ്യട്ടെ എന്നത് ഒരു നിയോഗത്തിൻ്റെ മട്ടിലുള്ളതാണ്. അവൻ ചെയ്യട്ടെ, അവൾ അത് എഴുതട്ടെ, ഗീത പറയട്ടെ എന്നിങ്ങനെ. ഇത് നിയോജക പ്രകാരമാണ്. ഇനി അടുത്തത് നോക്കാം, ചെയ്യണം. ഇത് ചെയ്യേണ്ടതാണ്, ചെയ്യണം എന്നിങ്ങനെ അർത്ഥം വരുന്ന വിധിയാണ്. ഇത് വിധായക പ്രകാരം. ചെയ്യാം, ഒരാൾ ഒരു കാര്യം സ്വയം ചെയ്യാൻ സമ്മതം നൽകുന്ന അനുസരണയുടെ അല്ലെങ്കിൽ സമ്മതത്തിൻ്റെ മട്ടിലുള്ള പ്രകാരമാണിത്. ഇത് അനുജ്ഞായക പ്രകാരം. ഈ തരത്തിൽ ക്രിയാപദങ്ങൾ കണ്ടെത്തി പ്രത്യയങ്ങൾ ചേർത്ത് 3 തരത്തിലുള്ള പ്രകാരങ്ങൾ നമുക്ക് നിർമ്മിക്കാവുന്നതാണ്. കാണണം, കാണട്ടെ, കാണാം, എഴുതണം, എഴുതട്ടെ, എഴുതാം എന്നിങ്ങനെയുള്ള ക്രിയാപദങ്ങളെല്ലാം കൊടുത്ത് പട്ടിക തയ്യാറാക്കാവുന്നതാണ്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.